വെൽക്കം ബാക്ക് ടു ഉമേഷ്. ഇന്നൊരു എഞ്ചിനീയറിംഗ് വീഡിയോ ആണ്. ഈ വീടിന് അനുയോജ്യമായ രീതിയിൽ നമ്മളൊരു പോളികാർബണേറ്റഡ് ലേറ്റസ്റ്റ് രീതിയിലുള്ള ഒരു കാർ ഷെഡ് പണിയുകയാണ്. അപ്പോൾ ഈ വീടിൻ്റെ മനോഹാരിത പൂർണ്ണമായും നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ ആ ഷെഡ് ചെയ്യുന്നത്. 3.5 ട്യൂബിലും 2.5 ഇഞ്ച് പോസ്റ്റുമാണ് നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കുഴിയെടുക്കുകയാണ്. അതായത് 2.5 ഇഞ്ച് പോസ്റ്റ് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, 2 ഭാഗത്തായിട്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുഴിയെടുക്കുകയാണ്. കുഴിയെടുത്തതിന് ശേഷം ആ 2.5 ഇഞ്ച് പോസ്റ്റ് കട്ട് ചെയ്ത് അതിൻ്റെ തല അടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ബീം സെറ്റ് ചെയ്തത്. അപ്പോൾ തറയിലിട്ട് നമ്മൾ 2 പോസ്റ്റും കൊടുത്ത് ബീം സെറ്റ് ചെയ്തിട്ട് ഇത് പൊക്കിയെടുത്ത് വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് പൊക്കിയെടുത്ത് വെക്കാൻ. ഇപ്പോൾ 2 പേര് ചേർന്നാണ് നമ്മൾ ഈ കാർ ഷെഡ് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് മേളിൽ കയറി ഈ പോസ്റ്റ് സെറ്റ് ചെയ്യേണ്ട, തറയിലിട്ട് നല്ല ലെവലിൽ ഈ പോസ്റ്റ് പിരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ തറയിലിട്ട് ആദ്യം ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് പൊക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം പിന്നെ നോക്കണ്ട. കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. കാര്യം ഇതിൻ്റെ വെയിറ്റ് മുഴുവനും ടോപ്പ് സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം നമ്മൾ ആ കുഴിയിലോട്ട് ഇറക്കി വയ്ക്കാൻ. നമ്മൾ പോസ്റ്റ് ബീമും കൂടി സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. വാട്ടർ ലെവലിലൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്ത് ഒരു ട്രസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കയറി വെൽഡ് ചെയ്യണം. ഈ ഭാഗം വെൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തോട്ട് ഉള്ള ആ പോസ്റ്റ് സ്പിരിറ്റ് ലെവലിന് കറക്റ്റ് ചെയ്ത് കറക്റ്റ് തൂക്കെടുത്ത് ഈ 2 സൈഡ് നമ്മൾ അടിച്ച് നിർത്തണം. My past is filled with things I won't forget. I use them all to push me to my best. So treat the worst of times just like a test. If only I could go back in time, I'd tell myself that everything will end up alright. Just push yourself, test yourself. ഫസ്റ്റ് ഡ്രസ്സ് നമ്മൾ അടിച്ച് നിർത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഡ്രസ്സും നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അതായത് 4 അടി പോളികാർബണാണ് നമ്മൾ ഈ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അതായത് 4 പീസായിട്ടാണ് ഇടുന്നത്. അതായത് 16 അടി വീതി, 16 അടി നീളം, ഈ അളവിലാണ് നമ്മൾ ഈ കാർപോർച്ച് പണിയുന്നത്. ഇപ്പം 4 അടി പോളികാർബണേറ്റഡ് റോളായിട്ടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഡ്രസ്സും വെച്ചിരിക്കുന്ന അകലം എന്ന് പറഞ്ഞാൽ 4 അടി സെൻറ്റർ ടു സെൻറ്ററാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഓരോ ഡ്രസ്സും കൊടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇടയ്ക്കൊരു ഡ്രസ്സും കൂടി ഇടണം. മൊത്തത്തിൽ 4 ഡ്രസ്സാണ്. സോറി, 5 ഡ്രസ്സാണ്. ഇനി ഇതിനെ ഓരോ കോളങ്ങളായി തിരിക്കണം. അതും ഈ 4 അടി വീതിക്കാണ് നമ്മൾ ഈ ഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മുറിച്ചിറക്കി കോളം രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. മെയിനായിട്ടുള്ള കോളം 3.5 ട്യൂബും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെയും ഇത് 2 അടി വീതിയിലോട്ട് നമ്മൾ പിന്നെ അത് കോളം തിരിച്ചെടുക്കും. അത് കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ 1.5 സ്ക്വയർ ട്യൂബാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഏകദേശം പകുതി വരെയൊക്കെ ആയിട്ടുണ്ട്. അതായത് പോളികാർബൺ ഒരു തരത്തിലും അകത്തോട്ട് ചൂളിപ്പോകാതിരിക്കാനാണ്. നമ്മൾ ഈ ചൂടടിക്കുമ്പോൾ ഇത് അകത്തോട്ട് ചൂളാൻ ചാൻസ് കൂടുതലാണ് ഈ പോളികാർബൺ. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ കോളങ്ങളെല്ലാം നമ്മളിങ്ങനെ ഇത്ര 2 അടി വീതി ഗ്യാപ്പിലും ഇട്ട് അടിച്ച് നിർത്തിയിരിക്കുന്നത്. സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ഇത് കറക്റ്റ് ടോപ്പ് സൈഡും കുറുക്ക് സൈഡും വെൽഡ് ചെയ്യണം. നമ്മളുടെ ഒരു 16x16 ഒരു പോർഷൻ ഫുള്ള് നമ്മൾ ഗ്യാപ്പിട്ട് കറക്റ്റാക്കി കോളം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി
സൈഡിലേക്കും കൂടി കുറച്ച് ഒരു 4 അടി വീതിക്ക് ഈ വീടിൻ്റെ ഫുൾ നീളത്തിൽ ചെറിയൊരു ഇറക്കൂടി ഇതിൻ്റെ കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഭാഗത്തുണ്ട്. ഈ വീടിൻ്റെ ഫുൾ നീളത്തിൽ 4 അടി വീതിക്ക് നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ബാക്കിൽ നിന്നും ആങ്കർ ബോൾട്ട് ടൈറ്റ് ചെയ്ത് ഇവിടുന്ന് ഒരു ട്രസ് കൊടുത്ത് ഇറക്കി കാര്യം സൈഡിലോട്ട് നമുക്ക് പോസ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 4 അടി വീതി ഹാങ്ങിങ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടുന്ന് ഒരു പോസ്റ്റ് സെറ്റ് ചെയ്ത് പോകുന്നത്. ഇവിടെ പ്ലേറ്റ് വെച്ച് മുറുക്കിയതിന് ശേഷം ഇവിടുന്ന് കൈയടിച്ചാണ് നമ്മൾ ചെറിയ 4 അടി വീതിക്കുള്ള പോളികാർബണേറ്റഡ് ഷെഡ് പണിഞ്ഞെടുക്കുന്നത്. And I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു 3 ട്രസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3 ട്രസ്സ് ബാക്കിൽ തണ്ട ഈ ഒരു ട്രസ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഹാങ് ചെയ്ത് മതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days. 'Cause all I want, and I pray, I believe in the better days. I'm kinda stuck between a rock and a hard place. Do I work hard or live at my pace? You're only young once, yeah that's all great, but I also want a future where I'm okay. ഈ ഒരു വീതിക്കാണ് 4 അടി വീതിക്കാണ് നമ്മൾ ആ ഒരു ബാക്ക് സൈഡെല്ലാം കണ്ടൊക്കെ കൊടുത്തതിന് ശേഷം ബെൽറ്റ് പോലെ അടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തും ഈ പറഞ്ഞ അളവിൽ തന്നെ 4 അടി ഗ്യാപ്പിട്ട് ഓരോ ഡ്രസ്സും ഇങ്ങനെ പിടിപ്പിച്ചെടുക്കും. ഓരോ കോളം തിരിച്ചിട്ട് ഇതിലും ഒന്നുക്കൊന്ന് 2 അടി വീതിക്ക് നമ്മൾ ഓരോ കോളം തിരിച്ചെടുക്കും. നമ്മൾ കളർ പെയിൻ്റൊക്കെ അടിച്ച്, അതായത് ആ വീടിന് അനുയോജ്യമായ രീതിയിലുള്ള വൈറ്റ് പെയിൻറ്റ് പാർട്ടി സെലക്ട് ചെയ്തെന്ന പെയിൻ്റാണ്. അപ്പോൾ ആ വീടിന് ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ആ ഒരു കളറിങ് ആണ് നമ്മൾ ആ ഡ്രസ്സിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ബ്രൗൺ കളറിലുള്ള പോളികാർബണേറ്റഡ് ഷീറ്റ് ഒരു റോളായിട്ട് എടുത്തിരിക്കുകയാണ്. മാക്സ് ലൈറ്റിൻ്റെ ആണ്, ഹൈ ക്വാളിറ്റി സാധനമാണ്. ക്രിസ്റ്റൽ ടൈപ്പാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ പോളികാർബൺ എങ്ങനെ കട്ട് ചെയ്യാൻ. കട്ടിംഗ് ബ്ലേഡ് ഇട്ടാണോ അത് കട്ട് ചെയ്യുന്നത്? നല്ല കത്രിക ഉണ്ടെങ്കിൽ കത്രിക വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് ഈ മറ്റതിൽ കട്ട് ചെയ്യുമ്പോൾ, കട്ടിംഗ് വീലിൽ കട്ട് ചെയ്യുമ്പം ഈ പ്ലാസ്റ്റിക് ഒരുക്കി സൈഡിൽ പിടിക്കാൻ ചാൻസ്. കത്രികയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. നമ്മൾ ഫസ്റ്റ് ഷീറ്റ് അടിച്ച് നിർത്തിയിട്ടുണ്ട്. അലൂമിനിയം ബീഡിങ് കൊടുത്ത്, ബ്രഷ് ബീഡിങ് കൊടുത്താണ് നമ്മൾ ഈ ഒരു പോളികാർബണേറ്റഡ് ഉറപ്പിച്ച് നിർത്തും. അകത്തു നിന്നുള്ള സൂപ്പർ വ്യൂ ആണ്. നമ്മൾ രണ്ട് ഷീറ്റ് ഇട്ട് നിർത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ 8 അടി വീതി ആയിട്ടുണ്ട്. ഇത് വർക്കിനിടയിൽ ചെറിയൊരു സെൽഫിയാണ്. നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല എത്ര 2-3 പേർക്ക് വേണമെങ്കിലും മേളിൽ കയറിയുന്ന ഒരു വിഷയം വരുന്നത്. അതായത് ഇതിൽ നല്ല സ്ട്രോങ്ങിലാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് പണിഞ്ഞ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഷെഡിൻ്റെ പോളികാർബണെല്ലാം അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചെറിയ ഭാഗത്തുകൂടി മാത്രം ഇടുമ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷിംഗ് ആവും. അതിനുശേഷം സിലിക്കോൺ അലൂമിനിയം ബീഡിൻ്റെ സൈഡിങ്ങിലെല്ലാം വെച്ച് അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ പണിയുടെ ഫിനിഷിംഗ് ആവും. നമ്മുടെ പണിയുടെ ഫിനിഷിംഗ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ വീടിന് മനോഹരമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു കാർ ഷെഡ് പണിഞ്ഞിരിക്കുന്നത്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾ കാണാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. They wanna rise up while you drown. They wanna fill your head with doubt.